എനിക്ക് ശ്വാസോച്ഛ്വാസം പോലെയാണ്. എന്റെ സംഗീതം നിലയ്ക്കണമെങ്കിൽ എന്റെ ശ്വാസം കൂടി നിലയ്ക്കണം. ഇനിയും ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. പക്ഷേ വളരെ കുറച്ച് സമയമേ മുന്നിൽ ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നു. കാലം കടന്നുപോയാലും നായികമാർ മാറി മാറി വന്നാലും ആർക്കും വഴിമാറാതെ പാടിക്കൊണ്ടേയിരിക്കുക എന്നതാണ് മോഹം. 8 പതിറ്റാണ്ട് കാലം ഇന്ത്യൻ സംഗീത ലോകത്തിന്റെ തിലകക്കുറിയായി വാണിട്ടും ഭ്രമം വറ്റാത്ത വാനമ്പാടി പാട്ടുകൾ ബാക്കി നിർത്തി പറന്നകലുകയാണ്. അഭിന ജാവോ എന്ന ലോകത്തിന്റെ വിളിയിൽ ചുണ്ടുകളിൽ ചിരിയും കണ്ണുകളിൽ ആശ്ചര്യവും നിറച്ച് പാടിത്തുടങ്ങാൻ ഇനി ആശയില്ല. ഇന്ത്യൻ സിനിമയുടെ മാത്രമല്ല സാംസ്കാരികതയുടെ കൂടെ ചിഹ്നമായിരുന്നു ആശാ ഭോസ്ലെ, ഇന്ത്യയുടെ ആശാനാദം. ആശാ സംഗീതത്തിന് ഭാവങ്ങളുടെ ഭാരമുണ്ടായിരുന്നു. ദമ്മർദമെന്ന് പാടുമ്പോൾ കേൾവിക്കാരിൽ ആവേശം നിറയ്ക്കാനും യേ മേരാ ദിൽ വശ്യത പകരാനും അതേ ശബ്ദം കൊണ്ട് ചുപ്കെ ചുപ്കെ എന്ന് മെല്ലെ പാടി അവസാനിപ്പിക്കുമ്പോൾ നിരാശയുടെ കണ്ണുനീര് സമ്മാനിക്കാനും ആശാ ഭോസ്ലെക്ക് ആയാസപ്പെടേണ്ടി വന്നില്ല. മഹാരഥന്മാർ പലരും വീണുപോയെടുത്ത് ആ ശബ്ദം തലമുറകളെ അതിജീവിച്ചു. 8 പതിറ്റാണ്ട് നീണ്ട കരിയറിൽ 20-ലധികം ഭാഷകളിലായി 12,000-ലധികം പാട്ടുകൾ പാടി ലോക റെക്കോർഡ് സ്വന്തമാക്കിയ വാനമ്പാടി ഗ്രാമിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി. ഏത് മൂഡിലും ഏതവസ്ഥയിലും ഒപ്പം ഓടിയെത്താൻ ആശാ ഭോസ്ലെ പാട്ടുകൾ ഉണ്ടാകുമെന്നതാണ് ദേഹം വിട്ട് യാത്രയാകുന്ന ദേഹി ഈ മണ്ണിൽ അവശേഷിപ്പിക്കുന്ന കയ്യൊപ്പ്. ഈ രാത്തേഹ മോസം എന്ന പാടി തുടങ്ങുന്നിടത്ത് ഉയർന്നു വരുന്ന ഹമ്മിങ്ങോളം കയറ്റിറക്കങ്ങളും സങ്കീർണതകളും നിറഞ്ഞ ലോകത്താണ് ആശാ ഭോസ്ലെ അവരുടെ സാമ്രാജ്യം കെട്ടിയൊരുക്കിയത്. ശംഷാദ് ബേഗവും ഗീതാ റോയിയും സഹോദരി ലതാ മങ്കേഷ്കറും അരങ്ങുവാണിരുന്ന കാലത്ത് പിന്നണി ഗാനരംഗത്ത് അത്തരം ഒരു സ്ഥാനം പടുത്തുയർത്തുക തീർത്തും അസാധ്യമെന്ന് വിധി എഴുതിയിടത്ത് നിന്നാണ് രാജ്യത്തിന്റെ തന്നെ ശബ്ദമായി ആശ മാറിയത്. 9-ാം വയസ്സിൽ തുടങ്ങിയ സംഗീത ജീവിതം ആദ്യകാലത്ത് കാബറെ പാട്ടുകളിൽ ഒതുങ്ങിപ്പോകുമെന്ന വെല്ലുവിളി നേരിട്ടിരുന്നു. എന്നാൽ വളരെ എളുപ്പം ഗസലുകളിലേക്കും ഭജൻസിലേക്കും പോപ്പ് സംഗീതത്തിലേക്കും ഖവാലിയിലേക്കും വരെ വിശാലമായി പരന്നൊഴുകാൻ സാധിച്ചിടത്താണ് ആ പേര് സകല വേദികളിലും കയ്യടികളോടെ ഏറ്റെടുക്കപ്പെട്ടത്. ആശാ ഭോസ്ലെ എന്നത് ഒറ്റ പേരായിരുന്നില്ല. ജീവിതത്തിൽ പരസ്പരം കൈകോർത്ത് പാട്ടുപാടിയ സാഹോദര്യത്തിന്റെ മാധുര്യം കൂടിയായിരുന്നു. സംഗീത ലോകം കാൽക്കീഴിലാക്കി അടക്കിവാണ് 2 സഹോദരിമാർ. ലുക്ക ചുപ്പിയിലെ ലതാ മങ്കേഷ്കർ ശബ്ദം മറ്റേതോ ലോകത്തു നിന്നും ആശയെ തേടി എത്തിയിരിക്കണം. ആജ എന്ന ദീദിയുടെ വിളിയിലല്ലാതെ ആ സഹോദരിക്ക് സംഗീതത്തിന്റെ റെക്കോർഡിങ്ങുകളുടെ കലയുടെ ലോകത്തെ ഉപേക്ഷിച്ച് അകലാനാകില്ലല്ലോ. സങ്കടത്തിലും സന്തോഷത്തിലും കൂട്ടിരുന്ന പാട്ടുകൾക്ക് നന്ദി. ഇനിയും ജന്മമുണ്ടെങ്കിൽ ഈ മണ്ണിലെ ആശാ ഭോസ്ലെയായി പാടി തീർക്കുക.